ഓഫ് കോഴ്സ്. കാരണം ഇതിപ്പോൾ ഓൾമോസ്റ്റ് 8-9 മന്ത്സായി ഇതിൻ്റെ പിന്നാലെ. അപ്പോൾ ഇവർ ഹൈക്കോർട്ട് അവിടുന്ന് പിന്നെ അവിടുത്തെ ബാംഗ്ലൂർ പോലീസ് എന്നെ വിളിച്ചപ്പം ഞാൻ ഈ ഒരു കാര്യം ഞാനൊരു കംപ്ലയിൻറ്റ് റേസ് ചെയ്തപ്പോൾ ഞാനതെന്തായാലും ഫേസ് ചെയ്തല്ലേ പറ്റൂ. അപ്പം ഞാൻ ദുബായിലായിരുന്നു. എന്നിട്ട് ഞാൻ ബാംഗ്ലൂരിൽ 3 വട്ടം ഇതിനു വേണ്ടി മാത്രം അവരുടെ എവിഡൻസ് കൊടുക്കാനും ആ ഹോട്ടൽ കാണിച്ചു കൊടുക്കാനും എല്ലാത്തിനും ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. കാരണം എല്ലാം ഞാൻ കൊടുത്തിരിക്കുന്ന ഈ പിന്നെ എവിഡൻസ് എല്ലാം കൊടുത്തതെല്ലാം വെച്ചിട്ട് എന്തായാലും ഇതിൽ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യത്തിനൊരു ജസ്റ്റിസ് ഉണ്ടാവും എന്ന് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. പക്ഷേ ആഫ്റ്റർ ദാറ്റ് ഞാൻ പിന്നെ ഇവർക്ക് കൊടുത്ത എവിഡൻസ് എല്ലാം വെച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവരെ ഈ ഫോളോ അപ്പിന് വേണ്ടി വിളിച്ചപ്പം they are not giving a proper answer. അപ്പോൾ തന്നെ ഞാൻ ഒരുപാട് ഇങ്ങനെ എന്താണ് ഇവരുടെ റെസ്പോണ്ട് എന്താ ഇങ്ങനെയെന്നുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നായിട്ട് ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിച്ചു ഇതിങ്ങനെ കോർട്ട് ഇത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അപ്പം അത് കേട്ടപ്പോൾ വളരെ വിഷമം തോന്നി. ഉന്നയിച്ച പരാതിയിലെ പല ആരോപണങ്ങളും തഴമ്പില്ലെന്നാണ് കോടതി കേസ് തള്ളിക്കൊണ്ട് പറഞ്ഞത്. എന്തുകൊണ്ടാണ്? ഇല്ല, ഞാൻ പറഞ്ഞ ഹോട്ടലും ഞാൻ പറഞ്ഞ ഡേറ്റും വാസ് ക്ലിയർ. പിന്നെ അവർ പിന്നെ അവർ പറഞ്ഞ സംഭവം 2012 ആ ഹോട്ടൽ പിന്നെ വർക്കിംഗ് അല്ല എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഹോട്ടൽ താജാണ്. താജ് എന്ന് പറഞ്ഞത് ഗേറ്റ് വേ. അത് സ്റ്റാർട്ട് ചെയ്തത് 2011 ആ ഹോട്ടലിലാണ് ഞാൻ പോയി എവിഡൻസ് കൊടുത്തത്. പിന്നെ ഇതിന് എക്സാക്ട്ലി ഇത് പറയുകയാണെങ്കിൽ ഇൻഫ്ലുവൻസ് മണി മാറ്റർ. ഇഫ് ഇറ്റ് ഈസ് യു ഡോണ്ട് ഹാവ് മണി, യു ഹാവ് നോ ബാക്ക് ബോൺ, ഷ്യൂർ അത് നമുക്ക് മുന്നോട്ടായി പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം എൻ്റെ കേസിൽ ഞാൻ പറയുകയാണെങ്കിൽ എന്നെ ഒരു ആളും വിളിച്ചിട്ടില്ല എൻ്റെ പാർട്ട് കേൾക്കാൻ. ഇപ്പം ഓഫ് കോഴ്സ് രണ്ട് പാർട്ടും കേൾക്കണ്ടേ, 2 ആൾക്കാരും കേൾക്കണം. അപ്പോൾ എൻ്റെ പാർട്ട് അവർ കേട്ടിട്ടില്ല. പിന്നെ ഓഫ് കോഴ്സ് ഡയറക്ടറിൻ്റെ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് വലിയ ഹൈ ഫ്ലൈ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഫോർ മീ എനിക്ക് അഡ്വക്കേറ്റ് ഇല്ല. എൻ്റെ പ്രോസിക്യൂഷൻ ഭാഗം പറയുന്ന ഒരാൾ പോലും എന്നെ വിളിച്ചിട്ടില്ല. സോ ഇവിടെ എന്താ ഇപ്പോൾ പറയുന്നത്? അപ്പീൽ അതെ. ഇതിപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു കഴമ്പുമില്ല, അല്ലെങ്കിൽ ഞാൻ വെറുതെ ഒരു ഫെയിമിന് വേണ്ടി പറയുകയാണെന്നുള്ള ഒരു തോട്ട് ഉണ്ടെങ്കിൽ അതല്ല. ഇത് ട്രൂത്തായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ ജസ്റ്റിസിന് വേണ്ടി ഞാൻ ഫോളോ അപ്പ് ചെയ്യും. പക്ഷേ ഈ അപ്പീലിന് പോവാന്ന് പറയുന്നത് ഓഫ് കോഴ്സ് അതൊരു വെല്ലുവിളിയാണ്. കാരണം ഞാൻ ബാംഗ്ലൂരിൽ ചില അഡ്വക്കേറ്റ്സിനായിട്ട് സംസാരിച്ചു. ദേ ആർ ചാർജിങ് ലൈക്ക് 1 lakh ഫോർ എ 1 സെഷൻ. അപ്പോൾ അത്ര ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു പേഴ്സൺ അല്ല ഞാൻ. സോ ഒബിയസ്ലി എനിക്ക് എന്തായാലും വിഡ്രോ ഞാൻ ചെയ്യില്ല. ബട്ട് ഇത് എങ്ങനെയാണോ പോകുന്നത്, ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഇപ്പം നമ്മുടെ ലൈക്ക് DGP നമ്മളെ ഐശ്വര്യ ഡോങ്ഗ്രി, she was really supported me. So also Kerala police has very supported. ഇപ്പോൾ നടക്കാവ് പോലീസ് ECI ഒക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഇനീഷ്യേറ്റ് ഉണ്ടെങ്കിൽ ഞാനത് പ്രൊസീഡ് ചെയ്യും. കർണാടക പോലീസാണോ തീരെ സഹകരിക്കാതിരുന്നത്? അവർ 2 വട്ടം ഞാൻ ബാംഗ്ലൂരിൽ പോയി ഹോട്ടൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് 2 ദിവസം അവിടെ നിന്നു. എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും പിന്നെ അവർ കൊടുത്ത റീപ്ലേ വാസ് വെരി ബാഡ്. അവർ പറഞ്ഞത് നമ്മൾക്ക് സഫീഷ്യൻ്റ് ആയിട്ടില്ല എവിഡൻസ് എന്നാണ്. നമ്മൾ കൊടുത്ത ആ ഏരിയയിൽ നിന്ന് അവർ ഫോട്ടോസ് എടുത്തു. ഏതെല്ലാം വഴിയിലൂടെയാണ് ഞാൻ പോയത് എല്ലാ കാര്യങ്ങളും അവർ ക്യാപ്ചർ ചെയ്ത് അതിൻ്റെ ക്ലിപ്സ് അവിടുന്ന് അവർ ഫോട്ടോ എടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്നും ഈ രഞ്ജിത്ത് കർണാടക പോലീസിനെ സ്വാധീനിച്ചെന്നാണോ? അത് എനിക്കറിയില്ല. ബട്ട് സംതിങ് ഇറ്റ്സ് ഹാപ്പൻ. അതാ ഞാൻ പറഞ്ഞ മണി ഈസ് എ മാറ്റർ. അത് നമ്മളിപ്പോൾ എന്ത് പറഞ്ഞു മണി മാറ്റർ എന്ന് പറയുമ്പോഴേ അത് കോടതിക്കെതിരെ കൂടി ഉന്നയിക്കുന്ന ഒരു അയ്യോ ഒരിക്കലല്ല. ഐ എം റെസ്പെക്ടിങ് ബാംഗ്ലൂർ കോർട്ട്. ഐ എം റെസ്പെക്ടിങ് ഡ്യൂ ഓൾ റെസ്പെക്ട്. ഞാൻ അങ്ങനെ പറയല്ല. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ എനിക്ക് വക്കീലിനെ വെക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. സോ മണി ഈസ് എ മാറ്റർ അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു അഡ്വക്കേറ്റിനെ അവർ വെക്കണം എന്നുണ്ടെങ്കിൽ സോ എനിക്ക് എൻ്റെ ഭാഗത്തൊരു അഡ്വക്കേറ്റ് വേണ്ടേ. അപ്പോൾ മണി മാറ്റർ ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ പ്രോസിക്യൂഷൻ ശക്തമായിരുന്നു. അതെ, എക്സാക്ട്ലി. അവരെൻ്റെ ഭാഗത്ത് നിന്ന് കേൾക്കാൻ പോലും തയ്യാറായി. പ്രോസിക്യൂഷനെ പണം കൊണ്ട് സ്വാധീനിച്ചു. അതും എനിക്ക് പറയാൻ പറ്റില്ല. എന്നെ വിളിച്ചിട്ടില്ല. ഒരു കാര്യം കൊണ്ടും എൻ്റെ പാർട്ട് കേൾക്കാൻ അവർ തയ്യാറായിട്ടില്ല. സോ ദാറ്റ് ഇസ്